വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ തോന്നി ഒന്ന് പുറത്തിറങ്ങിയാലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ ഒരു സൺഡേ വൈബ്സ് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ നേരെ വിട്ടു കാഞ്ഞങ്ങാട്. എന്താണെന്നറിയില്ല, എനിക്ക് ഈ മഴ വരുമ്പോൾ ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എങ്ങോട്ടേക്കാണ് ഇവർ യാത്ര ചെയ്യുന്നത് എന്നല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും അറിയില്ല കേട്ടോ ഞങ്ങൾ എങ്ങോട്ടായി പോകുന്നതെന്ന്. കാടും മലയൊക്കെ താണ്ടി അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങളിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അമ്പലത്തറയാണ് കേട്ടോ. അമ്പലത്തറയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അമ്പലത്തറയിൽ ഇവർക്ക് എന്താ കാര്യം. അമ്പലത്തറയിൽ ഒരു കാര്യമില്ല, അമ്പലത്തറ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഒരു മടുപ്പില്ല കേട്ടോ. എത്ര വേണമെങ്കിലും യാത്ര ചെയ്യും. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ പ്രസിദ്ധമായ പാറപ്പള്ളി മകം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മലയോര പ്രദേശമാണ് കേട്ടോ. മലയോര ഹൈവേയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നമുക്ക് തോന്നി ഒരു ഷോർട്സ് എടുത്താലോ. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ഒരു ഷോർട്സൊക്കെ എടുത്ത് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മനോഹരമായ ഒരു ചർച്ച് കണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയിട്ടല്ലോ. അവരിറങ്ങി കുറച്ച് ഫോട്ടോസും ഷോർട്സൊക്കെ എടുത്തിട്ട് ഇടുന്നത്. അങ്ങനെ ഷോർട്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഗെയ്സ് സംഭവിച്ചത്. വലിയ മഴ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മഴ വന്നപ്പോൾ ഓടി കാറിൽ കയറി. മഴയൊക്കെ നനഞ്ഞോട്ടാ കുറച്ച്, അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ നമ്മൾ യാത്രയുടെ ഭാഗമല്ലേ. ഇതാ കണ്ട ഗെയ്സ്. അപ്പോൾ ഇരുട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. കാറ്റും മഴയൊക്കെ ആണെങ്കിലും നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്നതും ഒരു രസം തന്നെയല്ലേ. അങ്ങനെ എല്ലാവരും കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും തിന്നാനുണ്ടോ എന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മഴയൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. കുറച്ച് സമയം നമ്മൾ അങ്ങനെ അവിടെ ഇരുന്ന ശേഷം വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. മഴ കുറയുന്നത് നോക്കി കുറച്ച് സമയം അവിടെ ഇരുന്നു. പക്ഷേ മഴ കുറയുന്ന ഒരു മട്ടില്ല കേട്ടോ. പിന്നീട് നമ്മളൊന്നും ആലോചിച്ചില്ല. ഇനി അവിടെ മഴ പോകുന്നതും വെയിറ്റ് ചെയ്തിരുന്നാൽ സമയം പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന്. സമയം 6 മണിയോടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല മഴയായത് കാരണം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. ചർച്ചിൻ്റെ അവിടെ വരെ നമ്മൾ പോയല്ലോ കേട്ടോ. അവിടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കുഞ്ഞാവ വണ്ടിയിലിരുന്നിട്ട് ഇങ്ങനെ ബോറടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ നമുക്ക് ഗെയിം കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ ഗെയിം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ണനും കുഞ്ഞാവ ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കൂന്ന് കേട്ടോ. ഓക്കെ. അപ്പോൾ കുഞ്ഞാവ കാറിൻ്റെ ബാക്കിൽ പോയിട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ. ആളോട് എത്ര പറഞ്ഞിട്ടും ആൾ അനുസരിക്കുന്നില്ല. സീറ്റിലിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കില്ല. ഒന്നെങ്കിൽ വെറുതെ നിൽക്കും, അല്ലെങ്കിൽ ഇതേപോലെ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. മര്യാദക്ക് ഇവിടെ ഇരുന്നാ പോരെ. ആ ബാക്കിൽ പോയി കിടക്കേണ്ട ആവശ്യം ഉണ്ടായിനാ. അപ്പോൾ അങ്ങനെ കുഞ്ഞാവ ആ ബാക്കിൽ പോയി കിടന്നെടുത്തുനിന്ന് പെട്ടെന്ന് വീണു കേട്ടോ. വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് എടുത്തപ്പോൾ അവിടെ ഡിക്കിലേക്ക് തന്നെ വീണ്. കൈ ചെറുങ്ങനെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് കേട്ടോ. കൈ ഇത് എല്ലൊടിഞ്ഞിട്ടൊന്നുമില്ല, ചെറുങ്ങനെ എന്തോ ഇറങ്ങിപ്പോയി അവിടെ. അങ്ങനെ കരഞ്ഞോണ്ടിരിക്കാമെന്ന് പാവം. പിന്നീട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോൾ കുഞ്ഞാവ ഉഷാറായിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്.